കോടികൾ മുടക്കി സ്വന്തമാക്കിയ നവകേരള ബസ് പുതിയ ഭാവത്തിലും രൂപത്തിലും നിരത്തിലേക്ക് എത്തുകയാണ്. ഇതോടെ ബസ്സിന് ഇതുവരെ ഉണ്ടായിരുന്ന കാലക്കേട് മാറുമെന്നാണ് കരുതുന്നത്. 11 സീറ്റുകൾ അധികമാക്കുകയും നിരക്ക് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയതുപോലെ കോഴിക്കോട് ബാംഗ്ലൂരു റൂട്ടിലായിരിക്കും നവകേരള ബസ് സർവീസ് നടത്തുക. ഇതിനായി രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. 11 സീറ്റുകൾ അധികമായി പിടിപ്പിച്ചപ്പോൾ ആകെ സീറ്റുകളുടെ എണ്ണം 37ആയി ഉയർന്നിട്ടുണ്ട്. ബസ്സിലെ എക്സലേറ്റർ, പിൻഡോർ എന്നിവ ഒഴിവാക്കിയാണ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ടോയ്ലറ്റ് അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇതിനൊപ്പം ബസിന്റെ ചാർജും കാര്യമായി തന്നെ കുറച്ചിട്ടുണ്ട്. നേരത്തെ 1280 ആയിരുന്നത് ഇപ്പോൾ 930ആയി കുറിച്ചുവെന്നാണ് റിപ്പോർട്ട്. നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കേരളം മുഴുവൻ സഞ്ചരിക്കാനാണ് 1 കോടിയിലേറെ രൂപ മുടക്കി ആഡംബര ബസ് വാങ്ങിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഇത്രയും പണം മുടക്കി ബസ് വാങ്ങിയത് വൻ വിവാദമായിരുന്നുവെന്ന്. നവകേരള യാത്രയ്ക്ക് ശേഷം ബസ് സർവീസിനായി KSRTCക്ക് കൈമാറുകയായിരുന്നു. ഇത് പ്രകാരം കോഴിക്കോട് ബംഗളൂരു പ്രീമിയം സർവീസ് ആരംഭിച്ചെങ്കിലും കൊള്ള ചാർജ് മൂലം യാത്രക്കാർ സ്വീകരിച്ചതുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്തതിനാൽ തന്നെ ഇതിൽ കയറാൻ ജനങ്ങൾ ഇടിച്ചു കയറുമെന്നും മുഖ്യമന്ത്രി ഇരുന്ന സീറ്റിലിരിക്കാൻ ആൾക്കാർ തിരക്ക് കൂട്ടുമെന്നുമാണ് ബന്ധപ്പെട്ടവർ പ്രതീക്ഷിച്ചത്. എന്നാൽ യാത്രക്കാർ കൈയൊഴിഞ്ഞതോടെ ബസ് ഒതുക്കിയിടേണ്ടി വന്നു. ഇതും വിവാദമായി. തുടർന്നാണ് രൂപമാറ്റം വരുത്താനായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും നിരക്ക് കുറച്ച് സീറ്റുകൾ കൂട്ടിയതോടെ യാത്രക്കാർ നവകേരള ബസ് ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ.